വ്യാജവാർത്ത പ്രചരിപ്പിച്ച ഫേസ്ബുക്ക് പേജുകൾക്കെതിരെ നിയമ നടപടിയുമായി നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി. പിന്നണി ഗായികയ്ക്കെതിരെ പരാമർശം നടത്തിയെന്ന വ്യാജ വാർത്തകളാണ് സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിക്കുന്നത്. ഇതിനെതിരെയാണ് പോലീസ് പരാതി നൽകിയതെന്ന് പ്രസീത ചാലക്കുടി അറിയിച്ചു. തീർച്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പേജുകളിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ഒരു വാർത്ത പരക്കണുണ്ട്. അതിങ്ങനെയാണ്: അറിയപ്പെടുന്ന ഒരു പാട്ടുകാരുടെ പേര് വെച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു ഫോട്ടോ അവർ തിരഞ്ഞെടുത്തു. അവിടെ ക്യാപ്ഷൻ എഴുതിയേക്കണത് ആ ഒരു പാട്ടുകാരി എനിക്കൊരു എതിരാളിയേ അല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നൊരു വ്യാജ വാർത്തയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സാവാചം ഞാൻ അറിയാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ മനുവേട്ടനും കൂടിയിട്ട് ഇതിനെതിരെ നിയമപരമായിട്ട് തന്നെ നേരിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലെത്തി. ഈ ഒരു വാർത്ത നിങ്ങളാരും വിശ്വസിക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വന്നത്. ഇതാണ് നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്തതിൻ്റെ റെസിപ്റ്റ്. സൂരജ് സജിയുടെ വിവരങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഈ പിന്നണി ഗായിക തനിക്ക് എതിരാളിയല്ല എന്ന തരത്തിൽ പ്രസീത ചാലക്കുടി പറഞ്ഞു എന്ന തരത്തിലുള്ള ഈ പ്രചാരണമാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ചില ഓൺലൈൻ സൈറ്റുകളും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പേജുകളുമാണ് ഇത്തരത്തിൽ ഇവരുടെ ചിത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ക്യാപ്ഷനോടുകൂടി ഉള്ള പ്രചാരണം നടത്തുന്നത്. ഇതിലാണ് ഇപ്പോൾ പ്രസീത ചാലക്കുടി ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിരിക്കുന്നത്. ഈ ചിത്രത്തിനും വാർത്തയ്ക്കുമൊക്കെ താഴെ പ്രസീതയ്ക്കെതിരെ വലിയ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പിന്നണി ഗായികയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത് എന്ന തരത്തിലൊക്കെ വലിയ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് പ്രസീത ചാലക്കുടിക്ക്. ഈ സാഹചര്യത്തിലാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. താൻ ഒരു തരത്തിലും ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്ന ഒരു ശരിയായ നടപടിയല്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരക്കാർ നടത്തുന്ന ഇത്തരം വ്യാജ വാർത്തകൾ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നെന്നും പ്രസീത ചാലക്കുടി പറയുകയാണ്. ഉന്മേഷ്, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.